ജോലി ഞങ്ങൾക്കില്ല. ശരി, ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയില്ല. ഇവിടെ ശ്രീ ജോസഫ് വാഴക്കൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. ശീതസമരം ഇവിടെ ശ്രീ സണ്ണുകുടി അബ്രഹാം അത് വിശദീകരിക്കുകയുണ്ടായി. അസഹിഷ്ണുത. ആർക്കാണ് ഈ അസഹിഷ്ണുത എന്നത് വ്യക്തമല്ലേ? ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം പ്രധാനമാണ്. ഉമ്മൻചാണ്ടി പറഞ്ഞത് കെ മുരളീധരൻ്റെ വിമർശനത്തെ രമേശ് ചെന്നിത്തല എങ്ങനെ നേരിട്ടു അതാണ് മാതൃകാപരമെന്നാണ്. എന്ന് വെച്ചാൽ അതിനെ വേണ്ട രൂപത്തിലല്ല സുധീരൻ നേരിട്ടത് എന്നാണ് ഭംഗ്യന്തരേണ പറയുന്നത്. സുധീരന് വേണ്ടി രാജ്മോഹൻ ഉണ്ണിത്താൻ നേരിട്ടതിനെയും ആ അർത്ഥത്തിൽ ഉമ്മൻചാണ്ടി തള്ളിപ്പറയുകയാണ്. ഉമ്മൻചാണ്ടി ഈ കൊല്ലം സംഭവത്തെപ്പറ്റി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അത് യാദൃച്ഛികമാണ് എന്ന് കരുതാനും കഴിയില്ല. അപ്പോൾ വിമർശനം എന്നത് എതിർപ്പല്ല എന്നും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ സമീപനം സ്വീകാര്യമാണ് എന്നും ഉമ്മൻചാണ്ടി പറയുമ്പോൾ അതാരുടെ അസഹിഷ്ണുതയ്ക്കുള്ള താക്കീതാണ് ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ. ഇത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് KPCCയുടെ അധ്യക്ഷനായിട്ട് സുധീരൻ വന്നതിന് ശേഷം നമ്മുടെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ ഇടങ്കോലിട്ടുകൊണ്ടിരുന്ന ആൾ സുധീരൻ തന്നെയായിരുന്നു. കേരളത്തിലെ ഭരണത്തെ ഒരു വലിയ പ്രതിസന്ധിയിലെത്തിച്ചത് KPCC അധ്യക്ഷനായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ആ ഒരു മുന്നണി വിജയിക്കുമെന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്താണ് സുധീരൻ വളരെ ശക്തമായിട്ട് നിലപാടുകൾ എടുക്കുകയും ഉമ്മൻചാണ്ടിയെ വലിയ തോതിൽ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഡൽഹിയിലുണ്ടായ സംഭവങ്ങളൊക്കെ അറിയാം. ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ സുധീരൻ്റെ പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രത്യേകത കോൺഗ്രസിൻ്റെ നിലവിലുള്ള ഒരു അന്തരീക്ഷം എന്നൊരു വിവിധ ഗ്രൂപ്പുകളുണ്ട്, വിവിധ താല്പര്യങ്ങളുണ്ട്. ഇതൊരു ഒരു 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 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ സംവിധാനമല്ല. ജനാധിപത്യ പാർട്ടിയാണ്, വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്ന ഒരു സമവായത്തിൻ്റെ പൊളിറ്റിക്സ് സുധീരൻ പയറ്റാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല സുധീരൻ എല്ലായ്പ്പോഴും ഒരു തരം കോൺഫ്രണ്ടേഷനിസ്റ്റ് പൊളിറ്റിക്സ് എടുത്തത്. ആ ഒരു കോൺഫ്രണ്ടേഷനിസ്റ്റ് പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ ഇര ആയിരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. സ്വാഭാവികമായിട്ടും അതിനു മുമ്പ് രമേശ് 9 വർഷക്കാലം KPCC അധ്യക്ഷനായിരുന്ന കാലത്ത് ഇവർ രണ്ടുപേരും യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രമേശിൻ്റെ പ്രവർത്തനങ്ങൾ രമേശ് താല്പര്യങ്ങളുണ്ട് താരതമ്യേന കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് അനുഗുണമാണെന്നും സുധീരനെടുക്കുന്ന നിലപാടുകൾ പാർട്ടിയെ വലിയ ആപത്തിലേക്ക് നയിക്കും എന്നുള്ള ഒരു സമീപനമാണ് ഉമ്മൻചാണ്ടി എടുക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാൾക്ക്, കോൺഗ്രസിൻ്റെ അവസ്ഥ അറിയുന്ന ആളുകൾക്ക് സുധീരൻ ഇക്കാര്യങ്ങളിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ടതാണ് എന്നുള്ള തോന്നലാണുള്ളത്. എനിക്ക് സുധീരനോട് വ്യക്തിഗതമായി ബഹുമാനമാണ്. പക്ഷേ സുധീരൻ പാർട്ടിക്കകത്തെടുക്കുന്ന നിലപാടുകൾ ആ പാർട്ടിയെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കുക. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ കോൺഗ്രസ് പാർട്ടിയെ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കോൺഗ്രസും അല്ല കമ്മ്യൂണിസ്റ്റും അല്ല എന്ന അവസ്ഥയിലെത്തും. സുധീരൻ ആ ഒരു റിയലൈസേഷനിൽ എത്തുന്നില്ല. അത് തന്നെയാണ് സുധീരൻ്റെ അസഹിഷ്ണുത പ്രശ്നം. പാർട്ടി എന്ന് പറയുന്നത് വ്യത്യസ്ത താല്പര്യങ്ങളും വ്യത്യസ്തമായ ഗ്രൂപ്പുകളും വ്യത്യസ്തമായിട്ടുള്ള ഇംഗിതങ്ങളും ഒക്കെ ഉള്ളതാണ്. ആ ഒരു സമീപനം സുധീരൻ എടുക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ, അങ്ങ് അസഹിഷ്ണുത പറഞ്ഞതിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ഈ VM സുധീരൻ KPCC അധ്യക്ഷനാകുന്നതിന് മുൻപ് എന്തൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്? പാർട്ടി വേദികളിൽ മാത്രമല്ലല്ലോ അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി പോട്ടെ, അദ്ദേഹം പാർട്ടി അധ്യക്ഷനായതിനു ശേഷം മറ്റുള്ളവർക്ക് പാർട്ടി വേദികളിൽ പോലും അഭിപ്രായം പറയാനുള്ള സാഹചര്യം അനുവദിക്കാതിരുന്ന ഒരു സുധീരനെയും നാം കണ്ടതാണ്. എനിക്ക് തെറ്റു പറ്റുന്നുണ്ടെങ്കിൽ അങ്ങ് തിരുത്തണം. ഒരു രാംദാസ് മദ്യനയത്തെപ്പറ്റിയോ മറ്റോ അഭിപ്രായ പ്രകടനം നടത്തിയതിന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ലേ VM സുധീരൻ? ഈ ഷാനിമോൾ ഉസ്മാൻ പാർട്ടി വേദിക്കകത്തിരുന്നുകൊണ്ട് KC വേണുഗോപാലിനെതിരെ സംസാരിച്ചതിൻ്റെ ഭാഗമായി സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് ഓഫ് ആക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടില്ലേ VM സുധീരൻ? പുറത്തിറങ്ങി വന്ന് മാധ്യമപ്രവർത്തകരോട് ആ കാര്യം വിശദീകരിച്ചിട്ടില്ലേ സുധീരൻ? നടപടിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലേ സുധീരൻ? അപ്പോൾ ഈ അസഹിഷ്ണുത പുറത്തു നിന്നായാലും അകത്ത് നിന്നായാലും തൊട്ടടുത്ത് നിന്നായാലും ഒന്നും സഹിക്കാൻ കഴിയാതിരിക്കുന്നു എന്നതാണോ KPCC അധ്യക്ഷനെ ഈ പാർട്ടി തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നതിലേക്ക് പോലും എത്തിക്കുന്നത്? വേണു, ഞാൻ ഈ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുള്ള ചർച്ചകളെക്കുറിച്ചുള്ള വേണുവിൻ്റെ ചോദ്യങ്ങൾക്ക് അടിവരയിടാനോ അതിനെ എതിർക്കാനോ ഒന്നും ഞാനില്ല. ഞാൻ പുറത്ത് പറയുന്ന ശീലവും എനിക്കില്ലാത്തതുകൊണ്ട് ഞാനത് പറയുകയില്ല. പക്ഷേ ഞാനിതിനകത്ത് പറഞ്ഞിട്ടുള്ളത് വളരെ വളരെ ഉത്തരവാദിത്തമുള്ള നേതാക്കന്മാർ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്.
അതൊരു പക്ഷേ ഒരിക്കലും കോൺഗ്രസ്സിൽ ഉണ്ടാവാത്ത രീതിയിൽ പാർട്ടി അണികളിൽ ആ വികാരം വളരെ വല്ലാതെ വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു സത്യം മനസ്സിലാക്കാൻ നേതാക്കന്മാർ തയ്യാറാകണം. ഒരാളുടെയും ഈഗോ ഈ പാർട്ടിക്ക് ദോഷമായി തീരാൻ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കില്ല. ഞാൻ ഇന്ന് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പല കാര്യങ്ങൾക്ക് പലരെ വിളിച്ച ആളുകളുണ്ട്. എല്ലാവരും ഒരേ വികാരത്തിൽ, അതിനകത്തൊക്കെ വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ടവരുണ്ട്, വിവിധ വികാരങ്ങൾ പങ്കിടുന്നവരുണ്ട്. അവരെല്ലാം ഒറ്റ മനസ്സോടെ നിൽക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ട് പഴയ കാലത്തതുപോലുള്ളൊരു കളിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആരും തയ്യാറല്ല. കാരണം എല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ അവരുടെ ജീവിതം വെച്ച് അവരുടെ വളരെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വലിയ ബഹുമാനത്തോടും വളരെ ലക്ഷ്യബോധത്തോടും കൂടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന വളരെ വലിയൊരു വെല്ലുവിളി. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോകാനാവില്ല. അതുകൊണ്ട് നേതാക്കന്മാർ അതിന് തയ്യാറായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്നും ആയിരിക്കില്ല. ജനങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നേരത്തെ പറയുകയുണ്ടായി കമ്മിറ്റികൾ വിളിച്ചു കൂട്ടുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ മുരളീധരൻ ഒന്നിലധികം സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 5 മാസത്തിലധികമായി എക്സിക്യൂട്ടീവ് കൂടിയിട്ട്. എന്ന് വെച്ചാൽ ഈ DCC പുനഃസംഘടനയ്ക്ക് മുൻപ് തന്നെ, ഇപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇത്ര മൂർച്ഛിച്ചത്, അതിന് മുൻപ് തന്നെ ഈ ഉൾപാർട്ടി സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുള്ള VM സുധീരൻ അതിനോട് ഉപേക്ഷ കാണിക്കുന്നു. ഇപ്പോഴാണല്ലോ ഉമ്മൻചാണ്ടി മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്നൊക്കെയുള്ള പ്രതിസന്ധികൾ വരുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി കൂടിയിട്ട് എത്ര കാലമായി. അപ്പോൾ ഇപ്പോൾ തന്നെ UDF അടിയന്തരമായി ചേരണമെന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി തന്നെ മുൻകൈയെടുത്ത് രമേശിനോടും സുധീരനോടും ഉമ്മൻചാണ്ടിയോടും ഒക്കെ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഒന്നിച്ചിരിക്കാൻ ഈ നേതാക്കൾക്ക് പോലും കഴിയാതിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുഖ്യ കാർമ്മികത്വം VM സുധീരന് തന്നെയല്ലേ? എന്തുകൊണ്ട് രാഷ്ട്രീയകാര്യ സമിതി കൂടുന്നില്ല? എന്തുകൊണ്ട് ഈ എക്സിക്യൂട്ടീവ് വിളിക്കുന്നില്ല? എന്തുകൊണ്ട് UDFന് ചേരണമെന്ന ആവശ്യം ഉണ്ടാക്കാൻ ഒരു ഘടകകക്ഷിക്ക് മധ്യസ്ഥ പണിയെടുക്കേണ്ടി വരുന്നു? എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്, സുധീരന് മാത്രമല്ല. അത് കാരണം പറയാം. അതായത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കണം. സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവെന്ന് കരുതി. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം MLA ജയിച്ചു. പക്ഷേ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. അതിന് കാരണം എന്താ? MLA മാരെ വിളിച്ച് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ സംസാരിച്ചപ്പോൾ ഭൂരിപക്ഷം MLA മാർ രമേശ് ചെന്നിത്തല പേരാണ് പറഞ്ഞത്. രണ്ടാമത് രാഹുൽ ഗാന്ധിക്ക് 74 വയസ്സായി, 73 വയസ്സായി ഉമ്മൻചാണ്ടിക്ക് ചെറുപ്പക്കാരൻ വേണം എന്ന് തോന്നി. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം, അതോടൊപ്പം തന്നെ നിയമസഭയിലെ ഭൂരിപക്ഷം, ഒരു കാലത്ത് ഭൂരിപക്ഷം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ കരുണാകരൻ അട്ടിമറിച്ചത്. ഭൂരിപക്ഷം രമേശ് ചെന്നിത്തലയ്ക്ക് ആയതുകൊണ്ട് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി. അപ്പോൾ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭക്തന്മാർക്ക് മുമ്പിൽ ആദ്യത്തെ അടിയാണ്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധീരനെ മാറ്റണം എന്ന് പറഞ്ഞ് സുധീരനെ മാറ്റാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ഉമ്മൻചാണ്ടിക്ക് അവിടെ വരണം. അല്ലെങ്കിൽ കോൺഗ്രസിലെ സാമുദായിക സമവാക്യം അനുസരിച്ചാണെങ്കിൽ ഒരു ഹിന്ദു വന്നാൽ അപ്പുറത്ത് ക്രിസ്ത്യാനി വരണം. കാരണം ക്രിസ്ത്യാനിയും നായരുമാണ് വോട്ട് ബാങ്ക്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായപ്പോൾ ഒരു ക്രിസ്ത്യാനി വരണമെന്ന ഫോർമുല ഉയർത്തിപ്പിടിച്ചു. ഉമ്മൻചാണ്ടി ആകുന്നില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പ്രതിനിധിയായ ഒരു ക്രിസ്ത്യാനിയുടെ പേര് കൊടുത്തു. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ല. അന്ന് തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ നീരസം. അത് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയും KPCCയും UDF വിളിച്ചുകൂട്ടാനാകാത്ത സാഹചര്യം ഉണ്ടായത് ഉമ്മൻചാണ്ടിയുടെ നീരസത്തിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയെയും സുധീരനെയും പലതവണ കേരളത്തിൽ അല്ലല്ല ആന്റണി പലതവണ DCC പുനഃസംഘടനയ്ക്ക് മുൻപ് തന്നെ പ്രശ്നമുണ്ട്. ഇതൊന്നും പുറത്തു വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പൊതിഞ്ഞു വെച്ചിരുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിൽ ആയി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല മാറ്റുക സാധ്യമല്ല. അപ്പോൾ KPC പ്രസിഡന്റ് മാറ്റുക ഹൈക്കമാൻഡ് സംബന്ധിച്ച് തയ്യാറില്ല. ഇപ്പോൾ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറി ഉമ്മൻചാണ്ടിക്കുള്ള ബഹുജന പിന്തുണയോ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെയോ ഒന്നും ഒരു കാലത്ത് എൻ്റെ ഏറ്റവും അടുത്ത നേതാവായിരുന്നു. അങ്ങനെയുള്ള ആളെന്ന് ഞാൻ തള്ളിക്കളയുന്നില്ല. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോഴും സ്വാധീനമുണ്ട്. പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയും VM സുധീരൻ നയിക്കുന്ന കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ പ്രാധാന്യം ഇടിഞ്ഞിരിക്കുന്നു. അല്ലല്ല, അങ്ങനെയൊക്കെ നമുക്ക് ചുരുക്കി കാണാനേ കഴിയില്ല. കാരണം ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്താ വേണ്ടത്? രമേശ് ചെന്നിത്തല നിയമസഭയിൽ നയിക്കുന്ന പാർലമെന്ററി പാർട്ടി നേതാവാണ്. ഈ പാർലമെന്ററി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സുധീരന്റെ പക്ഷത്തെ ആളുകളൊന്നും നിയമസഭയ്ക്കകത്തില്ല. ഉമ്മൻചാണ്ടിയുടെ കനിവോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രവുമല്ല ഘടകകക്ഷികൾ ഒന്നടങ്കം ഉമ്മൻചാണ്ടിക്കൊപ്പവുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതിൽ അതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല ഒരു വളരെ ബുദ്ധിപൂർവ്വമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ തിരികെ എത്താം. ശ്രീ സണ്ണിക്കുട്ടി പറയാം 2 കാര്യങ്ങൾ. ഒന്ന്, എന്തുകൊണ്ടാണ്
ഷാനിമോൾ ഉസ്മാൻ്റെ മൈക്ക് ഓഫാക്കുന്ന VM സുധീരൻ. അദ്ദേഹത്തെ വിമർശനങ്ങൾ എതിർപ്പല്ല എന്ന് ഉമ്മൻചാണ്ടി ഇപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. 2, ഈ പാർട്ടി സമിതികളൊക്കെ വിളിച്ചു കൂട്ടുന്നതിൽ അസാമാന്യമായ ഔത്സുക്യം കാണിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. മദ്യനയത്തിൻ്റെയൊക്കെ പോർമുഖത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം എത്ര വിശാലമായ എക്സിക്യൂട്ടീവാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തേ അതിന് മടി? ഇപ്പോൾ മടി ഇവിടെ സംഘടനാ തലത്തിലുള്ള ശക്തി A ഗ്രൂപ്പിന് തന്നെയാണ്. അവർ മുറിവേറ്റവരാണ്. അവർ അജണ്ട ഹൈജാക്ക് ചെയ്യുമെന്ന ഭയന്നിട്ടാണ്. അതിനു മുമ്പായിട്ട് ശ്രീ ചെറിയാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ, ചെറിയാൻ്റെ എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയതെന്ന് എനിക്കറിയത്തില്ല. ചെറിയാനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, പല കാരണങ്ങളാണ്, അത് എനിക്കും ചെറിയാനും ഒക്കെ അറിയാം. കേരളത്തിലെ കോൺഗ്രസ്സിലെ ഏത് പ്രശ്നം, അതിലാരും ഉൾപ്പെട്ട പ്രശ്നമാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ അത് ചെറിയാൻ കൃത്യമായിട്ട് ഉമ്മൻചാണ്ടിയിലേക്ക് കൊണ്ടുവരും. ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവൻ ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഉമ്മൻചാണ്ടി അതിൻ്റെ ഒരു പ്രോസസ്സ് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞു. ഹൈക്കമാൻഡിൻ്റെ ആളുകൾ വന്ന് ചോദിച്ചോ രമേശിന് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് എനിക്കൊന്നും പറഞ്ഞുകൂടാ. അതുപോലെ തന്നെ KPCC പ്രസിഡന്റിനെ മാറ്റാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും സുധീരനും, അല്ലെങ്കിൽ ക്ഷമിക്കണം ഉമ്മൻചാണ്ടിയും കൂട്ടരും ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലേക്കൊരു ചർച്ച വരികയോ ഉമ്മൻചാണ്ടി ആരുടെയും പേര് പറയുകയില്ല. ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിക്ക് ഇന്നാളായാലോ ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്നാളായിരുന്നു ഒക്കെ നമുക്ക്. അതിനപ്പുറത്തേക്ക് ഇത് എത്രത്തോളം വസ്തുതാപരമാണെന്ന് എൻ്റെ അറിവനുസരിച്ചിട്ടില്ല. പക്ഷേ ചെറിയാൻ ഇപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെറിയാനിപ്പോൾ ഒരു ഫോർമുലയെ പറ്റി പറഞ്ഞു. അതായത് രമേശ് ചെന്നിത്തല അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് പാർലമെൻ്ററി വിങ്ങിൻ്റെ തലവനായിട്ടിരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി തന്നെ KPCC പ്രസിഡന്റ് ആകണം എന്നൊക്കെ പറഞ്ഞ അതൊരു ഫോർമുല കുറേ കാലങ്ങളായിട്ടുള്ള ഞാൻ പറഞ്ഞു വരുന്നതല്ല. ഈ ചെറിയാൻ നല്ല ബുദ്ധിയോടുകൂടി കോൺഗ്രസിനെങ്ങാനും തുടർന്നിരുന്നുണ്ടല്ലോ ചിലപ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്നേന്. അദ്ദേഹം A ഗ്രൂപ്പിലായിരുന്നല്ലോ. A ഗ്രൂപ്പിൽ തന്നെ നിൽക്കുകയും സജീവമായിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന അദ്ദേഹം ചിലപ്പോൾ KPCC പ്രസിഡന്റ് ആയിരുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോഴേ വാഴക്കൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. KPCC എക്സിക്യൂട്ടീവ് നടത്തുന്ന രീതി ഞാനെന്ന് പറയും. ഞാൻ ഇവരുടെ പല യോഗങ്ങളും കണ്ടുകൊണ്ട് ഇവരെല്ലാവരും സംസാരിക്കും. അവസാനം നേതാക്കന്മാർ ഒരു തീരുമാനം ആലോചിച്ച് പറഞ്ഞിട്ട് അതിലേക്ക് കൊണ്ടുവരിക പതിവ്. മദ്യനയം 418 ബാറുകൾ പൂട്ടുന്ന വിഷയത്തെക്കുറിച്ച് KPCC എക്സിക്യൂട്ടീവ് വലിയ ചർച്ച നടക്കുന്നു. അപ്പോൾ ചർച്ചയിൽ സംസാരിക്കാൻ അവസരം കിട്ടുന്ന മുഴുവൻ ഈ 418 പൂട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്കാണ്. അവസാനം ജോസഫ് വാഴക്കൻ അദ്ദേഹം ഇന്നിപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു കരിസ്മാറ്റിക് യോഗത്തിൽ ഒരു ധ്യാന പ്രസംഗം നടത്തുന്ന പോലെ. കാരണം ഇന്ന് മറ്റേ ഇൻഡാസ് വന്നിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന്, ഏതോനെങ്കിലും പരസ്യമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ട് പണി പോകുമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നല്ലൊരു കരിസ്മാറ്റിക് ധ്യാനഗുരുവിൻ്റെ എന്നും അച്ചടക്കമുള്ള കൊണ്ട് അല്ല വാഴക്കൻ എപ്പോഴും അതിൻ്റെ ഒരു ലിമിറ്റിൽ നിൽക്കത്തില്ല. എന്നാലും ഒരു ധ്യാനഗുരുവിൻ്റെ സ്വരം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിന് എതിർക്കില്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹം മല്ല് പിടിച്ച് എനിക്കും സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കി വാങ്ങിച്ച് ആ മദ്യനത്തെക്കുറിച്ച് സംസാരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മാത്രം എതിർപ്പോടുകൂടി വേറെ ആരുമില്ല. ഈ ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിൻ്റെ വശമൊക്കെ പോയി. അവസാനം ഇത് പാസ്സാക്കിയെടുക്കുകയും ചെയ്ത ഒരു രീതിയുണ്ട്. പിന്നീട് നമുക്ക് ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യം പറയാം. അത് അവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യം പറയുന്നത്? ഇന്നിപ്പോൾ കൊല്ലത്ത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ വളരെ മോശപ്പെട്ട നാണം കെട്ട ഒരു അധ്യായമാണ് അത്. വാഴക്കൻ പറഞ്ഞ പോലെ ചെറിയ കാര്യമൊന്നുമല്ല. പ്ലാനറ്റോറിയത്തിൽ അന്ന് ഇതുപോലെ ശക്തമായ വണ്ടിയൊന്നും ആയിരുന്നില്ല. ഇത് ഇന്നോവ കാറോ മറ്റുമായിരുന്നു. അതുകൊണ്ട് വളരെ ഭദ്രമായി എങ്ങനെ ഇത് മാരുതി സുസുക്കി എന്തായാലും നല്ല അടയാളപ്പുള്ള ഒരു വണ്ടിയായിരുന്നു. അതുകൊണ്ട് ആർക്കും അതിക്രമിക്കാൻ പറ്റില്ല. പ്ലാനറ്റോറിയത്തിൽ പിന്നെ പുറത്തിറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ കാര്യമായ പ്ലാനറ്റോറിയത്തിൽ തുറന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇതൊക്കെ ഏതാണ്ടൊക്കെ തുല്യമായിട്ടൊക്കെ തന്നെ വേണു. അതിന്റെ വലിപ്പച്ചെറുപ്പമൊന്നും നമ്മളെ പറയേണ്ട കാര്യമില്ല. ഞാൻ തീരുമാനിച്ചടിക്കുന്നത് നമുക്ക് കണ്ടാലറിയാം. മുസ്തഫയ്ക്കിട്ട് അടി കൊണ്ട് ഓടിയിട്ടുണ്ട് ആലുവയിൽ. അതുപോലെ തന്നെ ഈ പ്ലാനറ്റോറിയത്തിൽ അതുപോലെയൊന്നും അല്ല ഈ കൊല്ലത്ത്. നമ്മളിപ്പോൾ അതിലേക്ക് തർക്കിക്കേണ്ട വധശ്രമമാണെന്നാണ് ഉണ്ണിത്താൻ പറയുന്നത്. നമുക്ക് അദ്ദേഹമാണ് ഞാൻ ആ കാര്യത്തിൽ അദ്ദേഹത്തിനൊപ്പമാണ്. ഈ കൊല്ലത്ത് നടന്ന സംഭവത്തിൽ എല്ലാ പിന്തുണയും അദ്ദേഹത്തിനാണ്, യാതൊരു സംശയമില്ല. അത് വളരെ തെറ്റായൊരു കാര്യമായി പോയി. പിന്നീട് ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് ഈ ആദ്യത്തെ ദിവസം മുരളിയുടെ ഈ പ്രസ്താവന വരുന്നു. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്. അതിന് പിന്നീട് ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ചോ. നമുക്ക് വരേണ്ടത് സുധീരൻ്റെ അസഹിഷ്ണുത. ആ അസഹിഷ്ണുതയേക്കാൾ ഒപ്പം അവിടെ ഈ പ്രസ്താവന വന്നപ്പോൾ ഉണ്ണിത്താൻ പ്രതികരിക്കുന്നു. സംഗതി മോശമായി. അപ്പം തന്നെ സംഗതികൾ മോശമായി. അപ്പോഴത്തേക്ക് ഉള്ളിൽ പ്രശ്നങ്ങളുണ്ടായി. അതിന് കത്ത് വരുന്നു. അതിനിപ്പോൾ KC ജോസഫ് ഒരു കത്ത് കൊടുത്ത വലിയ തെറ്റൊന്നുമല്ല. A ഗ്രൂപ്പുകാർ വ്രണതഹൃദയരാ. അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കും. രമേശിൻ്റെ I ഗ്രൂപ്പിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് രമേശിൻ്റെ ഗ്രൂപ്പിൽ നിൽക്കുന്ന മുരളീധരൻ കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവരത് ഉപയോഗിക്കും. അവരത് കത്തുവൊക്കെ കൊടുക്കും. അതിന് വലിയ തെറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് ആ ഒരു ലെവലിലേക്ക് വന്നപ്പോൾ ഉണ്ണിത്താൻ ഈ ഊരിയ വാൾ ഉറയിലിടുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ
ഇന്നലത്തെ പത്രസമ്മേളനം ഉണ്ടാവില്ലായിരുന്നു. അതിനകത്ത് മുരളിയുടെ ചില വാക്കുകൾ, മഞ്ചേരി സംഭവത്തിലൊക്കെ ഉണ്ണിത്താനെ കോടതിയും പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനൊക്കെ പിന്നെ ഒഴിവാക്കിയെടുത്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ കുശിനിക്കാരൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ, പക്ഷേ അതുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതല്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞ തടഞ്ഞിരുന്നുവെങ്കിൽ പത്രസമ്മേളനം ഉണ്ടാകാതെ KPCC നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിൽ ഇന്ന് കൊല്ലത്ത് ഈ നാണം കെട്ട അത് മാത്രം ഒന്നുകൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്ന് ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ടും ഈ സംഭവങ്ങളെ അപലപിക്കാനോ ഇതിനെ തള്ളിപ്പറയാനോ പാർട്ടി നേതൃത്വത്തിൽ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഓർക്കേണ്ട കാര്യം. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഇനി നേതാക്കന്മാരാരും ആഭ്യന്തര കാര്യങ്ങളിൽ പൊതുപ്രസ്താവന നടത്തരുത് എന്ന് ഹൈക്കമാൻഡിൻ്റെ താക്കീത്. ഹൈക്കമാൻഡ് വാക്ക് നൽകിയിട്ടുണ്ടെന്ന് ഉമ്മൻചാണ്ടിയുടെ മറുപടി. താക്കീത് നൽകുമ്പോൾ പറഞ്ഞ വാക്ക് മറക്കുമോ ഹൈക്കമാൻഡ്? ഇടവേളയ്ക്ക് ശേഷം.